ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഇന്നലെ രാവിലെ പറഞ്ഞത് ഞങ്ങൾ വെടിനിർത്തലിന് ഒരുക്കമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് വെടിനിർത്തൽ അല്ലെങ്കിൽ ബന്ദി കൈമാറ്റം എന്ന ഒരു കരാറിലേക്ക് പോകാത്തതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹമാസിന്റെ ശക്തമായ നിലപാടാണ് അതിന് കാരണമെന്നാണ്. താൽക്കാലികമായി ഇസ്രായേലിന്റെ ആളുകളെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വെടിനിർത്തലിന് ഇനി ഞങ്ങളില്ല, ഞങ്ങൾ പോരാട്ടം തുടരാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞിട്ട് 7 സൈനികരെ ഗസയിൽ ഒരു ഏറ്റുമുട്ടലിൽ നേർക്കുനേർ അടിച്ചു കൊന്നിട്ട് പെട്ടിയിലാക്കി തിരിച്ചുവിട്ടു. അതാണ് ഇന്നലെ സംഭവിച്ചത്. അതായത് ഒരു വശത്ത് വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ മൊസാദിന്റെ തലവന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇസ്രായേലിന്റെ പ്രസിഡന്റ് വെടിനിർത്തലിന് സന്നദ്ധരാണെന്ന് അറിയിക്കുന്നു. വാർ ക്യാബിനറ്റ് വെടിനിർത്തൽ വേണമെന്ന ആവശ്യത്തിലേക്ക് പോകുന്നുവെന്ന സൂചനകൾ വരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവൻ ഇത്തരത്തിലൊരു വെടിനിർത്തൽ വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വെടിനിർത്തലിന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദം ശക്തമാവുകയാണ്.